നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കത്തിക്കേറുമ്പോൾ മാധ്യമങ്ങളെല്ലാം മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. അതിജീവിത എന്നവർ അവകാശപ്പെടുന്നവർ വിവാഹിതയാണ് എന്ന്. വിവാഹിതയാണ്, ആ വിവാഹ ബന്ധത്തിൽ ഇരിക്കവെയാണ് അത് മറച്ചു വെച്ചുകൊണ്ടോ അല്ലാതെയോ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതെന്നോ, അങ്ങനെ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നോ നടന്നില്ലയോ അത് സംഭവിച്ചത് എന്നും. എന്തായാലും മാധ്യമങ്ങൾ ഒരു വശം ചാരി സംസാരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ഇവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ സംസാരിക്കുന്നുണ്ട്. അതൊന്നും പറയാതിരിക്കാൻ വയ്യ. ഒരു കേസ് വരുമ്പോ ഇര എന്ന് സമൂഹം ചാർത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ നിയമം ചാർത്തി കൊടുക്കുന്നവരുടെ വാദഗതികളെ, പ്രത്യേകിച്ച് അത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ ഭാഗം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവരുടെ ഭാഗം ചേർന്നുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു രീതി നമ്മുടെ ഉണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം അതിന്റെ നിയമ വകുപ്പുകളാണ്. അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യമൊക്കെ വരുമ്പോൾ കുറച്ച് സോഫ്റ്റ് കോർണർ അങ്ങോട്ട് പോകും. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതായാലും സ്ത്രീകൾ മനഃപൂർവ്വം പറയുന്നതായാലും അവിടെ പുരുഷന്റെ ഒരു അവകാശം അല്ലെങ്കിൽ അവന്റെ ന്യായം, അവന് പറയാനുള്ളത് തമസ്കരിക്കപ്പെടുന്ന, ഒഴിച്ചുമൂടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ രാഹുൽ ഈശ്വർ എന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന് തൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലില് അയ്യോ അങ്ങനെ പറയില്ലേ എന്നൊക്കെ അവതാരിക പറയുന്നത് കേട്ടു. രാഹുൽ പറഞ്ഞു, അതല്ല, വിവാഹിതയാണ് 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 വിവാഹിതയാണ്. നിങ്ങൾ എന്തിനാണത് മറച്ചു വെക്കേണ്ട ആവശ്യം? നിങ്ങളത് മറച്ചു വെക്കേണ്ട ആവശ്യം ചോദിക്കുകയാണ്. അവസാന അവതാരിക വായ പൊത്തും മിണ്ടാതിരിക്കേണ്ടി വന്നു. രാഹുൽ ഈശ്വർ ഇങ്ങനെ തുറന്നടിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് എന്താണോ ഈ മാധ്യമക്കൂട്ടം മറയ്ക്കാൻ ശ്രമിക്കുന്നത്, പൊതിഞ്ഞ് ഇര എന്ന് പറയുന്നവരെ സംരക്ഷിക്കാൻ, കാരണം അതിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതല്ല, ആ ഇര എന്ന് പറയുന്നവർ വിവാഹിതയാണ് വിവാഹിതൻ. അവർ എന്താണോ പറയാൻ ഇഷ്ടപ്പെടാത്തത് അതിനെ വിളിച്ചു പറയുന്ന ഒരാൾ. അതായത് ഇവിടെ പുരുഷൻ, ആ പുരുഷനും ഈ സമൂഹത്തിൽ വിലയുണ്ട്. ആ വില മാനിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ചിലപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടി വരും. അത് ചിലപ്പോൾ ഒരല്പം കടുത്ത ഭാഷയിലായിരിക്കുകയും ചെയ്യും എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇന്ന് പുതിയ കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാനുള്ള ചില കാര്യങ്ങൾ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ വരട്ടെ, ഞാനും വേണ്ടത് ചെയ്തോളാമെന്ന്. അത്തരത്തിൽ 9 തെളിവുകൾ, അതിശക്തമായ 9 തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്ന് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അതിൽ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കാരണം എനിക്കിഷ്ടമാണ് അദ്ദേഹത്തെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ച ആ വോയിസ് ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ റെക്കോർഡ് ചെയ്തില്ല. കാരണം അത്തരത്തിലൊരു വോയിസ് അല്ലായിരുന്നു. പേഴ്സണലി ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ ഈശ്വറിന് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാനുണ്ട്. അതിനകത്ത് ഏഷ്യാനെറ്റിന്റെ ആ വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ ആ ന്യൂസിന്റെ ഭാഗങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് അത് വേറെ കൊടുക്കുന്നില്ല. ഇനി രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിലൂടെ, ഏഷ്യാനെറ്റിന്റെ വാർത്തയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ്. തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി, ഇത് പെൺകുട്ടി, ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ ഗൂഢാലോചന നടത്തിയെന്നും ആ ചാനലിൽ ഈ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞുവെന്നും അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ തന്റെ ഉണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചു. ഈ തെളിവെന്ന വാക്ക് ഉപയോഗിക്കുന്ന രാഹുൽ ഈശ്വർ ആണോ? അല്ല, ആ തെളിവെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളാണ്. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. ഓർക്കുക, രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്. യാതൊരു ആനുകൂല്യവും പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ഉണ്ട് കേട്ടോ, എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുമാണ് ഈ വാർത്തയും വാക്കുകളും പറയുന്നത്. രാഹുൽ ഈശ്വർ അല്ല, മുഖ്യധാരാ മാധ്യമങ്ങളാണ്. 9ഓളം തെളിവുകൾ രാഹുൽ കോടതിയിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ലൈംഗിക പീഡന കേസ് നൽകിയ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നു. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖയാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. എൻകെ ഷിജു ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷിജു, എന്തൊക്കെ തെളിവുകളാണ്? കേൾക്കാൻ പറ്റാത്തവർക്കുള്ള ന്യൂസാണ്.
ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു നേരത്തെ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുവതിയുമായി തനിക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് മറ്റ് ബലാത്സംഗമോ അല്ലെങ്കിൽ ഗർഭഛിദ്രമോ താൻ നടത്തിയിട്ടില്ല, അതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഗർഭത്തിന് താൻ ഉത്തരവാദിയല്ല എന്നായിരുന്നു പറഞ്ഞത്. ആ ഹർജിയിൽ തന്നെ രാഹുൽ പ്രധാനമായി ഇതിൽ ആവശ്യമെല്ലാം തെളിവുകൾ ഹാജരാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ ജില്ലാ സെഷൻസ് കോടതിയിൽ അധിക തെളിവുകൾ ഹാജരാക്കിയത്. ആകെ 9 തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് മുൻകൂർ എത്ര തെളിവുകൾ? 9 തെളിവുകൾ രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ അല്ല പറയുന്നത് കേട്ടോ. അധിക തെളിവുകൾ ഹാജരാക്കിയത് ആകെ 9 തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 9 തെളിവുകൾ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് യുവതിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിയിലേക്ക് എത്തിച്ചത്. 9 തെളിവുകൾ യുവതി പ്രതിരോധത്തിൽ പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. രാഹുൽ ഈശ്വർ അല്ല, യുവതി പ്രതിരോധത്തിൽ പെൻഡ്രൈവുകൾ അടങ്ങിയ 9 തെളിവുകളാണ് എത്തിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചാനൽ മേധാവിയുടെ പേരും അതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളും ഈ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ്. അത് ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ, അതായത് ഈ പെൺകുട്ടി ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്ന് കൊടുത്തിരുന്നു. ഈ പെൺകുട്ടി രാഹുൽ ഈശ്വർ പറഞ്ഞില്ല, പക്ഷേ ഈ പെൺകുട്ടി ഒരു ചാനലിൽ വർക്ക് ചെയ്തിരുന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഇനിയും പറയാനല്ലേ, ഇനി ആർക്കും മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഓൾറെഡി ഇവർ പറഞ്ഞല്ലേ, ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു BJP നേതാവാണ്, അല്ലെങ്കിൽ യുവ BJPയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവാണ്. അവരുടെ ഒരു ചാനലിൽ യുവതി ജോലി ചെയ്ത ചാനൽ മേധാവി ഈ പരാതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഈ തെളിവിൽ പറയുന്നത്. ആ സമ്മർദ്ദം ചെലുത്തിയതിന്റെയും അതിനുശേഷം യുവതി പരാതി കൊടുക്കാതിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായി, ജോലി പോകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ജോലി ആ പെൺകുട്ടിയുടെ പോകും എന്ന് പറഞ്ഞു വരെ രാഹുലിനെതിരെ സമ്മർദ്ദം ചെലുത്തി. ജോലി കളയുമെന്ന് പറഞ്ഞു വരെ, അതായത് നീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ ജോലി കളയുമെന്ന്. ഇത് സംബന്ധിച്ച് നടന്നിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളും സന്ദേശങ്ങളും ഇതെല്ലാം തന്നെ ഒരു പെൻഡ്രൈവിൽ ഹാജരാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, യുവതി ഇപ്പോൾ കൂടുതലായി മൊഴിയായി നൽകിയിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധം എന്നുള്ളത് ഈ ആദ്യ 1 മാസം മാത്രമായിരുന്നു തന്റെ ഭർത്താവ് വന്നിട്ടുള്ള ജീവിതം. അതിനുശേഷം 4 ദിവസമേ ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞു, 1 മാസത്തിന് ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് നമ്മൾ തന്നെ രാവിലെ പൊളിച്ചു കളഞ്ഞു. ശ്രദ്ധിച്ചു കാണും, നമ്മൾ തന്നെ രാവിലെ പൊളിച്ചു കളഞ്ഞു. പെൺകുട്ടി മാസങ്ങളോളം ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എന്റെ ഇരിപ്പുണ്ട്, പക്ഷെ തൽക്കാലം പുറത്തു വിടുന്നില്ല. നിൽക്കുമ്പോഴാണ് രാഹുലുമായി സൗഹൃദം തുടങ്ങിയത് 5 മാസത്തിന് ശേഷം എന്നാണ്. പക്ഷേ രാഹുൽ ഇപ്പോൾ അധികമായി കോടതിയിൽ ഹാജരാക്കിയതിൽ ഇവർ ഈ ഘട്ടത്തിലും ഒരുമിച്ചായിരുന്നു താമസം എന്ന് തെളിയിക്കാനുള്ള രേഖയുണ്ട് എന്നാണ് അഭിഭാഷകർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു രേഖ കൂടി സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോ കേസ് നിന്ന് ട്വിസ്റ്റ് ചെയ്യും, കേസ് നിന്ന് മാറും. ഉറപ്പായിട്ടും കേസിൽ വലിയ ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. ഒരു പക്ഷേ ഈ കീഴ്ക്കോടതികളാണ് ജാമ്യത്തിന്റെ കാര്യത്തിൽ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പൊതുവെ ഹൈക്കോടതി എടുക്കുന്ന ബോൾഡ് ഡിസിഷൻസ് ഒന്നും കീഴ്ക്കോടതികൾ ചിലപ്പോൾ എടുക്കാറില്ല. നമുക്കത് എങ്ങനെയാന്ന് വന്ന് കാണാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ തെളിവുകളുമായി 9ഓളം തെളിവുകളുമായി കോടതിയെ സമീപിച്ചു എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, ഏഷ്യാനെറ്റ് ആണ്. ഓർക്കുക, ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ പാർട്ടി മനസ്സിലായി കാണുള്ളൂ ഏതാണെന്ന്. കോൺഗ്രസും CPM അല്ലാത്ത പാർട്ടി. ആ പെൺകുട്ടിയുടെ വർക്ക് ചെയ്യുന്ന ചാനൽ കോൺഗ്രസിന്റെ ചാനൽ അല്ല, ജയ്ഹിന്ദ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലല്ല, കൈരളി അല്ല, മറ്റേ ചാനൽ ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതിലെ മാധ്യമ മുതലാളി അടക്കം, അല്ലെങ്കിൽ അതിലെ മാധ്യമ ഹെഡ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ പറഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവായി കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. കേസ് എങ്ങനെ വരുമെന്ന് കാണാം. ട്വിസ്റ്റോട് ട്വിസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. Different angles. Don't forget to subscribe and support this channel.